ഇന്നലെ പറഞ്ഞു നിർത്തിയത് കപിലവസ്തുവിലേക്ക് പോയ ബുദ്ധനായ ഗൗതമൻ മകനായ രാഹുലിനെ മാത്രം കൂട്ടി ശിഷ്യനാക്കി തിരിച്ചു പോരുകയാണ്. അങ്ങനെ തിരിച്ചു വന്ന ബുദ്ധൻ ഈ മഗധയിലും കോസലത്തിലും വൈശാലിയിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും ഉണ്ടാക്കിയ ജനകീയ പിന്തുണ, അവിടെ നിലനിന്ന ആചാര സാഹചര്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതിലെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന വരേണ്യ വിഭാഗത്തിന്, പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് ബുദ്ധനോട് വലിയ തരത്തിൽ എതിർപ്പുണ്ടായി. ബുദ്ധൻ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസവും ചെറുപ്പക്കാരായ, ചിന്തിക്കുന്ന, നല്ല ഭാവിയിലേക്ക് മനുഷ്യൻ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബ്രാഹ്മണ യുവാക്കൾ ബുദ്ധനോടൊപ്പം ശിഷ്യരായി ചേരുന്നുണ്ട്. ഇതവർക്കിടയിൽ സ്വാഭാവികമായി ഒരു അസ്വസ്ഥതയുണ്ടാക്കി, ഒരു അല്ലലുണ്ടാക്കി, ഒരുതരം വിദ്വേഷപരമായ മനസ്സ് ബുദ്ധനോടുണ്ടാക്കാൻ തക്ക തരത്തിൽ കാരണമായി. സ്വാഭാവികമായി യാഥാസ്ഥിതിക ബ്രാഹ്മണത്വം, അത് കാട്ടിൽ തപസ് ചെയ്യുന്ന ഋഷിമാരല്ല, അല്ലെങ്കിൽ അറിവിന് വേണ്ടി അന്വേഷണം നടത്തുന്ന, ഇനിയും ചിലതെല്ലാം കണ്ടെത്താനുണ്ട് എന്ന് ചിന്തിക്കുന്ന യുവാക്കളല്ല. യാഗവും യജ്ഞവും എല്ലാം നടത്തി രാജാക്കന്മാരുടെ ഉപദേശകരായി ഒരുതരം അസ്വാഭാവികവും അസാധാരണമായ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന പൗരോഹിത്യ ബ്രാഹ്മണ്യത്തിനാണ് ഈ എതിർപ്പ് വല്ലാതെ കൂടി വന്നത്. അവർ സ്വാഭാവികമായി ബുദ്ധനെ എങ്ങനെ ഒന്ന് താഴോട്ട് കൊണ്ടുവരാനും അവരുടെ കൂടി അഭിപ്രായങ്ങൾ ആരായുന്ന തരത്തിൽ തളച്ചിടാനും എങ്ങനെയാണ് കഴിയുന്നതെന്ന് അവരാലോചിച്ചു. അതിനവർ കൂടി ആലോചിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി: ബുദ്ധൻ അധികാരത്തോട് കൊതിയില്ല, അത് വിട്ടവനാണ്. പണത്തോട് കൊതിയില്ല, അത് അധികം കൊടുത്താലും സ്വീകരിക്കുക. പ്രത്യേകിച്ചെന്തെങ്കിലും സുഖത്തിനോട് കൊതിയില്ല, ആഗ്രഹങ്ങളെ അതിജീവിച്ചവനാണ്. അപ്പോൾ ബുദ്ധനെ കെണിയിൽപ്പെടുത്താവുന്ന തരത്തിൽ വിശ്വസിപ്പിക്കാവുന്ന എന്താണൊരു വഴി എന്നാലോചിച്ചു. അവർ കണ്ടെത്തിയത് ലോകത്തിൽ എവിടെയും പലതരത്തിൽ പല പ്രകാരത്തിൽ പരീക്ഷിക്കുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ബുദ്ധനെതിരെ പറയുക എന്നാണ്. പക്ഷെ അതിനൊരു പെണ്ണിനെ കണ്ടെത്തണം, അതും സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടെത്തണം. അതിനവർ അന്വേഷിച്ച് നടന്നപ്പോൾ അവർക്ക് തോന്നി, താഴെത്തട്ടിലൊരു സ്ത്രീയൊന്നും കണ്ടെത്തിയിട്ടതിൽ കാര്യമില്ല, ഒരു ബ്രാഹ്മണ സ്ത്രീയെ തന്നെ കണ്ടെത്തണം. അങ്ങനെ അവർ അതിലൊരു പെൺകുട്ടിയെ കണ്ടെത്തി. ചിൽക്ക എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒരു ബ്രാഹ്മണ യുവതിയാണ്. ആ കുട്ടിയോട് അവർ പറഞ്ഞു, നിൻ്റെ ഉൾപ്പെടെ അന്തസ്സും ഞങ്ങളുടെ അന്തസ്സും, ഞങ്ങളുടെ വരും തലമുറയ്ക്ക് സ്വന്തമാകേണ്ട അന്തസ്സും ഈ ബുദ്ധൻ കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേ നിവർത്തിയുള്ളൂ. അപ്പോൾ അത് നീ തന്നെ ഉന്നയിക്കണം. ഒരു പെണ്ണ്, അതും സുന്ദരിയായ ഒരു പെണ്ണ്, അതും കള്ളം പറയില്ല എന്ന സമൂഹം വിശ്വസിക്കുന്ന ഒരു ബ്രാഹ്മണ യുവതി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് വിശ്വസിക്കും. ചിൽക്ക ആദ്യം സമ്മതിച്ചില്ല. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചിൽക്ക. എന്നാൽ പിന്നെ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാവാൻ ആ പെണ്ണ് തീരുമാനിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് നടപ്പാക്കേണ്ടത്? അവർ പറഞ്ഞു, എല്ലാ ദിവസവും ഇപ്പം ബുദ്ധൻ ഭിക്ഷുണിമാരെ കൂടെ കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം പണ്ടത്തെ പോലെ നിഷേധിച്ചിട്ടില്ല. നീ അണിഞ്ഞൊരുങ്ങി ചെല്ലുക, അവിടെയെല്ലാം കറങ്ങി നടക്കുക. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. ഒന്നും അവരോട് പറയേണ്ടതില്ല, നല്ല ഒരു ചിരി അവർക്ക് സമ്മാനമായി കൊടുത്ത് കറങ്ങി തിരിച്ചു വരിക. 1-2 ദിവസം അവസാനം ആ വേണുവനത്തിലെ ഏതെങ്കിലും മുളങ്കാടിനരികിലോ അല്ലെങ്കിൽ കുടിലിൻ്റെ പിറകിലോ താമസിക്കുക രാത്രി. അവരോട് വേറൊന്നും പറയണ്ട, രാത്രി സുഖമായിരുന്നു എന്ന് മാത്രം ആരെങ്കിലും ചോദിച്ചാൽ പറയുക.
ഈ യുവതി അതുപോലെ ചെയ്തു. അപ്പോൾ അടുത്ത ആഴ്ച ബുദ്ധൻ്റെ ഈ റിവ്യൂ മീറ്റിംഗ് പോലെ പ്രഭാഷണത്തിന് കൂടുന്നിടത്ത ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ബുദ്ധൻ സംസാരിച്ചതിന് ശേഷം ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം വന്നപ്പോൾ ഈ യുവതി വലിയ വയറുമായിട്ടാണ് ചെന്നത്. ആ യുവതി എണീച്ച് ബുദ്ധനോട് പറഞ്ഞു, അങ്ങ് ഒരുപാട് ധാർമ്മികത പറയുന്നു, പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങയുടെ ധാർമ്മികത എന്താണ്? അപ്പം ബുദ്ധൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് സഹോദരി നിങ്ങളുടെ കാര്യം? അത് ഞാൻ ഗർഭിണിയാണ്, അങ്ങാണ് അതിന് ഉത്തരവാദി. അപ്പോൾ ബുദ്ധൻ്റെ മുഖത്ത് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. എന്നാൽ കേട്ടിരുന്നവരെല്ലാം ഞെട്ടി. കാരണം ബുദ്ധനെക്കുറിച്ച് ആർക്കും അങ്ങനെ ഒരു വിശ്വാസമില്ല. ബുദ്ധൻ്റെ മുഖത്ത് സാധാരണ പോലെ തന്നെ സൗഹൃദപൂർണമായ ഒരു പുഞ്ചിരി അല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ ഈ ചിൽക്കയ്ക്കൊരു സംഭ്രമം ഉണ്ടായി. ഇങ്ങനെ പറഞ്ഞിട്ടും ബുദ്ധന് പ്രത്യേകിച്ചും ഭാവഭേദങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ബുദ്ധൻ ആ ചിൽക്കയോട് പറഞ്ഞു, സഹോദരി, നീ ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കേ അറിയാവൂ. കാരണം ബുദ്ധൻ ജീവിതത്തിൽ ബുദ്ധനായ ശേഷം സത്യമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അതെ, നമ്മൾ തമ്മിലുള്ള ബന്ധം നമുക്ക് മാത്രമേ അറിയാവൂ, അത് സത്യമാണ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നീ പുറത്ത് നിക്ഷേപിച്ചിരിക്കുന്ന കള്ളങ്ങളെല്ലാം പെട്ടെന്ന് പൊളിഞ്ഞു വീഴും. എന്നാൽ നിൻ്റെ അകത്ത് ആർക്കോ വേണ്ടി നീ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന തെറ്റുകൾ നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആകെ ഒന്ന് ഒലഞ്ഞുപോയി. അവൾ ഒരർത്ഥത്തിൽ ഒരുതരം സംഭ്രമത്തിൽപ്പെട്ടു. അപ്പോൾ അവളുടെ വയറിൽ അവളുടെ കൂട്ടുകാർ ഈ ബ്രാഹ്മണരുമൊക്കെ കെട്ടിവെച്ചിരുന്ന തടിക്കഷണം, മറച്ചിരുന്ന തുണി ഈ ഉലച്ചിലിൽ മാറിപ്പോവുകയും ആ തുണിക്കഷണം താഴെ വീഴുകയും ചെയ്തു. അപ്പോൾ ഈ ഞെട്ടിത്തരിച്ചിരുന്ന ഇത് കണ്ടിരുന്നവരെല്ലാം ചിരിച്ചു എന്ന് മാത്രമല്ല, ബുദ്ധൻ്റെ കൂട്ടത്തിലെ ഒരു ഭിക്ഷണിയായ ഹേമ ഈ പെൺകുട്ടിയെ പിടിച്ച് പുറത്തു കൊണ്ടുപോയി. അപ്പോൾ ആ ബ്രാഹ്മണ വിഭാഗത്തിന് അവർ കരുതി സൂക്ഷിച്ചിരുന്ന ബുദ്ധനെതിരെയുള്ള ആരോപണത്തിൻ്റെ കൂടി മുനയൊടിഞ്ഞു പോയി. അപ്പോൾ ബുദ്ധൻ്റെ അനുയായികൾ പിന്നെയും കൂടി. ഓരോ ദിവസവും സാധാരണ മനുഷ്യൻ അവൻ്റെ ആശ്രയത്തിന് അഭയമായി കണ്ടെത്തുന്നത് ബുദ്ധനെയായി. രാജാക്കന്മാർക്ക് പോലും ഒരർത്ഥത്തിൽ ബുദ്ധനെ ഭയമായി. കാരണം അവർക്കുള്ള പിന്തുണ അധികാരം കൊണ്ടുള്ള പിന്തുണയാണ്. ആയുധം കൊണ്ട് ഭയപ്പെടുത്തിയ ജനങ്ങളുടെ ഭയത്തിൽ നിന്നുളവായ ആദരവാണ്. അവർ സമൂഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൈവശം സൂക്ഷിക്കുന്നത് കൊണ്ട് അതാഗ്രഹിക്കുന്ന മനുഷ്യരുടെ, അല്ലെങ്കിൽ ജീവിതം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ഭയത്തിലൂന്നിയ പിന്തുണയാണ്. ബുദ്ധനോടുള്ള പിന്തുണ ഇതിലൊന്നും ഉൾപ്പെട്ടതല്ല, അതിനൊക്കെ അപ്പുറമാണ്. മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ ഭയമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ആലോചനകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ലാതാണ് ബുദ്ധനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരും അവരുടെ സേവകന്മാരും പൗരോഹിത്യവും എല്ലാം ബുദ്ധനെ ഒരർത്ഥത്തിൽ ഭയപ്പെട്ടു. എന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ജനങ്ങൾ ബുദ്ധനോടൊപ്പമാണ്. ഏതെങ്കിലും ഒന്ന് ബുദ്ധനെ ചെയ്താൽ ജനങ്ങൾ മുഴുവൻ എതിരാവും. അങ്ങനെ ബുദ്ധൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാലത്ത് ബുദ്ധൻ ഒരുപാട് ആരാധകരെ കിട്ടുന്നുണ്ട്. ആരാധകരെന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ബുദ്ധൻ്റെ സഖാക്കളാണ്. അത് ബിംബിസാരനും കോസലത്തിലും പസ്സേനദി, അവരുടെ ഭാര്യമാരാണെങ്കിൽ ബുദ്ധൻ്റെ അപാരമായ ആരാധകരാണ്. അവരുടെ കുടുംബാംഗങ്ങൾ ബുദ്ധനെ അഭയമായി കാണുന്നവരാണ്. നാട്ടുകാരെല്ലാം ബുദ്ധൻ്റെ ഒരു ശബ്ദം കേട്ടാൽ അവരുടെ മനസ്സിലെ ഇരുട്ട് പുറത്തു പോകുന്ന വെളിച്ചം ആ ശബ്ദത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ബുദ്ധനെ കാണുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസമാവുകയാണ്. അപ്പോൾ ഇത് ആ പ്രദേശത്ത്, അന്ന് ഗംഗയുടെ ഇരു കരകളിലുമായി ജീവിക്കുന്ന ആ പ്രദേശത്തെ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ബുദ്ധനോടൊപ്പം പങ്കുചേരാൻ മോഹിക്കുകയാണ്. അങ്ങനെ പങ്കുചേരാൻ മോഹിക്കുന്ന കാലത്താണ്
ബുദ്ധന് ഞാൻ ഇന്നലെ പറഞ്ഞ ഈ അനാഥ പെണ്ഡികനെ, ഈ പണത്തിനൊരു അളവില്ലാത്ത വണ്ണം കൈവശമുള്ള അനാഥ പെണ്ഡികനെ ബുദ്ധന് ശിഷ്യനായി കിട്ടുന്നത്. അവിടെ ശിഷ്യരായി കിട്ടുന്ന വേറൊരാൾ വൈശാഖയാണ്. ഈ കോസലത്ത് ശ്രാവസ്തിയിൽ ഈ വൈശാഖ വലിയൊരു പണക്കാരിയാണ്. വൈശാഖ അംഗം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അത് മഗധയുടെ കീഴിൽ തന്നെയുള്ള ഒരു രാജ്യമാണ്, അവിടെ നിന്ന് ശ്രാവസ്തിയിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഒരു സുന്ദരിയും സുശീലയും നന്മയുള്ളവളുമായ സ്ത്രീയാണ്. അപ്പോൾ ഈ വൈശാഖയ്ക്ക് കൊണ്ടുവന്ന ഭർത്താവുള്ളത് ഏറ്റവും വലിയ വണിക്കാണ്, കച്ചവടക്കാരനാണ്. പക്ഷെ ആ കുടുംബത്തിലൊരു തർക്കമുണ്ട്. ഈ വൈശാഖ ബുദ്ധനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാണ്, ആരാധിക്കുന്നയാളാണ്. ബുദ്ധനെ പോലെ ഒരു മനുഷ്യൻ, നന്മയുള്ളവൻ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ വൈശാഖയുടെ ഭർത്താവ് അങ്ങനെയല്ല. അദ്ദേഹം മറ്റൊരു ശ്രവണ വിഭാഗത്തിൽ വിശ്വാസം അർപ്പിച്ചയാളാണ്. ബുദ്ധൻ അത്ര വലിയ ആളല്ല എന്ന് കരുതുന്നയാളാണ്. ആ ഭർത്താവിൻ്റെ സഹോദരന്മാരും അങ്ങനെയാണ്. ബുദ്ധനേക്കാൾ മഹാന്മാരായ ഋഷികൾ ലോകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. പക്ഷെ വൈശാഖ എല്ലാ അർത്ഥത്തിലും ബുദ്ധന് വേണ്ടി വാദിക്കുന്നയാളാണ്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏറ്റവും മഹാനായ മനുഷ്യൻ ആരാണെന്നുള്ള തർക്കത്തിൽ ഭർത്താവ് പറഞ്ഞു, നീ പറയും പോലെ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ ആളല്ല ബുദ്ധൻ, ഞാനത് തെളിയിച്ചു തരാം. ഒരു സുന്ദരിയായ പെണ്ണും ഒരു വിരൂപിയായ പെണ്ണും നിന്നാൽ ബുദ്ധനും സുന്ദരിയായ പെണ്ണിലേക്ക് നോക്കും. മണമുള്ളതും മണമില്ലാത്തതും മൂക്കിൻ്റെ അടുത്തെത്തിയാൽ ബുദ്ധൻ്റെയും മൂക്ക് മണമുള്ളിടത്തേക്ക് തുറക്കും. സ്വർണവും ഇരുമ്പും ഒരിടത്ത് കൊണ്ടുവച്ചാൽ ബുദ്ധൻ സ്വർണത്തിലേക്ക് നോക്കും. സാധാരണ മനുഷ്യൻ്റെ സാധാരണമായ മോഹങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ ബുദ്ധനായിട്ടുണ്ടായിരിക്കുക. പക്ഷെ എല്ലാത്തന്നും മാറി നിൽക്കുന്ന ഒരു അസാധാരണ മനുഷ്യനാണ്, ദൈവത്തിനും അപ്പുറം വളർന്ന മനുഷ്യനാണ് ബുദ്ധനെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ വൈശാഖ തർക്കിച്ചു. വൈശാഖ് ഭർത്താവിനോട് പറഞ്ഞു, പണമുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു അഹങ്കാരം ഉള്ളത് കൊണ്ടും അതിലാണെല്ലാം കുടിയിരിക്കുന്നതെന്ന് കരുതുന്നത് കൊണ്ടും നിങ്ങൾക്ക് പിഴച്ച ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു പോയതാണ്. ബുദ്ധനെ കാണാത്തതുകൊണ്ട് ബുദ്ധനെ നിങ്ങൾ വേറൊരു തരത്തിലാളാക്കാൻ ശ്രമിക്കുന്നത്. ബുദ്ധനാണ്, അതൊരാൾ മാത്രമാണ്. അപ്പോൾ ഈ ഭർത്താവിന് വാശിയായി. ഭർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബുദ്ധൻ ജേതവനത്തിലുണ്ടല്ലോ, നാളെ നമുക്കൊന്ന് ജേതവനത്തിൽ പോകാം. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. അപ്പം വൈശാഖ പറഞ്ഞു, അങ്ങനെ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും. മറിച്ച് ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഇനി എന്നോട് ഇക്കാര്യത്തിൽ തർക്കിക്കുന്ന സ്വഭാവം നിങ്ങൾ മാറ്റണം. നിങ്ങൾ ബുദ്ധൻ്റെ ശിഷ്യനായി ആ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഈ ഭർത്താവ് സമ്മതിച്ചു. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പണിക്കാരെ കൊണ്ട് സ്വർണത്തിൽ നിർമ്മിച്ച മുത്തുകൾ പതിച്ച ഒരു താമരപ്പൂ ഉണ്ടാക്കി. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. അത് പുറത്ത് കണ്ടാൽ തന്നെ പ്രകാശം കൊണ്ട് അവിടെയെല്ലാം നിറയും. അത്ര വിലയുള്ള, ലോകത്ത് അതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സ്വർണ്ണ താമരയാണത്. അദ്ദേഹം അത് പൊതിഞ്ഞ് സൂക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു സാധാരണ താമരപ്പൂ പിറ്റെന്ന് ബുദ്ധനെ കാണാൻ പോകുമ്പോൾ കയ്യിലെടുത്തു. ഈ സ്വർണത്തിലുള്ളത് പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ഈ സാധാരണ താമരപ്പൂ കയ്യിലെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഭാര്യയും കൂട്ടി അദ്ദേഹം സ്വന്തമായുള്ള രഥത്തിലേറി, കുതിര വലിക്കുന്ന രഥത്തിലേറി അവർ ബുദ്ധനെ കാണാനെത്തി. അപ്പോൾ അവിടെ ബുദ്ധനോടൊപ്പം ഉള്ളത് ആ കുടിലിൽ ആനന്ദനാണ്. അപ്പോൾ ഇദ്ദേഹം എത്തി ഭാര്യയോടൊപ്പം അകത്ത് കടന്നു. ഇദ്ദേഹം ആദ്യം ഈ സാധാരണ താമരപ്പൂ എടുത്ത് ബുദ്ധന് നീട്ടി. അപ്പോൾ ബുദ്ധൻ അതിലധികം നോക്കാതെ തന്നെ പറഞ്ഞു, അത് കളയാൻ. അപ്പോൾ ഇദ്ദേഹം ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, മനസ്സിലായോ, ഇത് ഒരു ദിവസം കൊണ്ട് വാടിപ്പോകുന്ന താമരപ്പൂവാണ്, അത് കളയാം. അത് അദ്ദേഹം ഒഴിവാക്കിയിട്ട് ഈ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ ഉള്ള മുത്തുകൾ പതിച്ച, എടുത്താൽ തന്നെ പ്രകാശം പരക്കുന്ന താമരപ്പൂ എടുത്ത് ബുദ്ധൻ്റെ മുന്നിലേക്ക് നീട്ടി. ബുദ്ധൻ്റെ മുന്നിലേക്ക് നീട്ടിയപ്പോൾ ആ പ്രകാശം കണ്ട് അവിടെ നിന്ന് ആനന്ദൻ ഉൾപ്പെടെ വല്ലാതെ അന്തം വിട്ടുപോയി, വിസ്മയപ്പെട്ടു പോയി.
പക്ഷെ ബുദ്ധൻ എപ്പോഴും അത് നീട്ടിയ മനുഷ്യനോട് പറഞ്ഞു, അതിൽ പോലും നോക്കാതെ പറഞ്ഞു, അത് കളയാം. അപ്പം ഇയാൾക്ക് വിസ്മയമായി. മറ്റേ യഥാർത്ഥ താമരപ്പൂ, വാടിപ്പോകുന്ന താമരപ്പൂ കളയെന്ന് പറഞ്ഞതിനർത്ഥമുണ്ട്. ഇത് ആര് കണ്ടാലും കൊതിക്കുന്ന, അതുവരെ ലോകത്തില്ലാത്ത അത്ര വിലപ്പെട്ട സ്വർണത്തിലുള്ള താമരപ്പൂ കണ്ടിട്ടും ബുദ്ധൻ പറഞ്ഞത് അത് കളയെന്നാണ്. അപ്പോൾ ഇദ്ദേഹം വിസ്മയത്തോടെ ആനന്ദനെ നോക്കി. അപ്പോൾ ആനന്ദന് മനസ്സിലായി അദ്ദേഹം വിസ്മയപ്പെട്ട് നിൽക്കുകയാണെന്ന്. ആനന്ദൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബുദ്ധൻ അത് കള എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ താമരപ്പൂ കളയാനോ ഈ സ്വർണം കൊണ്ടുള്ള താമരപ്പൂ കളയാനോ അല്ല, അത് ബുദ്ധന് വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കളയാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു അഹങ്കാരമാണ്, അത് കളയാനാണ് പറഞ്ഞത്. അഹങ്കാരം കളഞ്ഞാലേ ആഗ്രഹം കളഞ്ഞ ബുദ്ധനെ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോഴേ ബുദ്ധൻ്റെ മധുരമായ മുഖത്തെ പ്രകാശവും ബുദ്ധൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആശയങ്ങൾ ബുദ്ധൻ്റെ ജീവിത രീതിയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് ബുദ്ധൻ കളയാൻ പറഞ്ഞത്. അഹങ്കാരം കളയുക എന്നതാണ് ഒരു മനുഷ്യന് മനുഷ്യനാകാനുള്ള ആദ്യത്തെ വഴി. അത് കളയാനാണ് നിങ്ങളോട് പറഞ്ഞത്. അവിടെ വെച്ച് ബുദ്ധൻ്റെ കാൽക്കൽ വീണൻ വിശാഖയുടെ ഭർത്താവ് ബുദ്ധൻ്റെ ശിഷ്യനാവുകയാണ്. പിന്നെ ആ കുടുംബം മുഴുവൻ വിശാഖ പറഞ്ഞ മാർഗത്തിലൂടെ, ബുദ്ധൻ്റെ വഴിയിലൂടെ ബുദ്ധനെ ശ്രദ്ധിക്കാനും കേൾക്കാനും ആരാധിക്കാനും ബുദ്ധന് വേണ്ടി സർവ്വതും കരുതാനും അതിത്രയും കൊടുക്കാനും തയ്യാറാവുകയാണ്. ഇങ്ങനെയാണ് ബുദ്ധൻ വളർന്നത്. ബുദ്ധൻ ഒരാളോടും മറ്റു പല പണ്ഡിതന്മാരെ പോലെയും മത്സരിച്ചല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല ബുദ്ധൻ ആഗ്രഹിച്ചത്. എല്ലാത്തിനോടും സമരസപ്പെടാനാണ്. ഓരോരുത്തരിലുമുള്ള കുറവ് ബുദ്ധൻ കണ്ടത് അവരെ കുറ്റമല്ല, അവരെ ചുറ്റുപാടുകൾ അവരിൽ നിക്ഷേപിക്കുന്ന, അവരെ ജീവിതത്തിൽ വന്നുപെട്ട കുഴപ്പങ്ങൾ കൊണ്ടോ കുറവുകൾ കൊണ്ടോ ഉണ്ടായതാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ബുദ്ധനാവാൻ പറ്റും. ബുദ്ധനാവാൻ പറ്റേണ്ടത് അവർ വീണ്ടെടുക്കുക എന്നതാണ്. എനിക്ക് വലുതാകാൻ പറ്റാത്തത് എൻ്റെ അയൽവക്കക്കാരൻ്റെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ അകത്ത് ഞാൻ ആവശ്യമില്ലാതെ കരുതി വച്ചിരിക്കുന്ന മോഹങ്ങളെന്ന് പറയുന്ന എൻ്റെ ശത്രുക്കളുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധനാവാം. അപ്പം ബുദ്ധൻ്റെ ഈ മഹത്വം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരുപക്ഷെ വീടുകളിലെ സ്ത്രീകളാണ്. ഈ പസേവതി രാജാവിൻ്റെ പത്നി മല്ലിക തന്നെ ബുദ്ധൻ്റെ ഏറ്റവും വലിയ ശിഷ്യയായിരുന്നു. അവർ ഏതൊരു കാര്യമുണ്ടാകുമ്പോഴും ഒരാശയക്കുഴപ്പമുണ്ടായാൽ അവർ അവരുടെ ദൂതനെ പറഞ്ഞയക്കുന്നത് അതിനെക്കുറിച്ചുള്ള ബുദ്ധൻ്റെ അഭിപ്രായം കേൾക്കാനാണ്. അങ്ങനെ ഇത്തിരി സംഭവങ്ങളുണ്ട്, ഞാനത് പറഞ്ഞു പോവുകയില്ല. അപ്പോൾ ബുദ്ധൻ വ്യത്യസ്തനായിരുന്നു. ആ വ്യത്യസ്തത മറ്റേതെങ്കിലും ലോകത്തെ ഒരാൾ ജേതാവാവുന്നത് വേറൊരാളെ തോൽപ്പിച്ചാണ്. ബുദ്ധൻ ആരെയും തോൽപ്പിച്ചല്ല ജേതാവായത്, ബുദ്ധൻ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാണ്. കൊട്ടാരത്തെയും സമ്പത്തിനെയും സർവ്വതിനെയും ഉപേക്ഷിച്ചാണ്. തൻ്റെ അകത്തുണ്ടായിരുന്ന ഉപേക്ഷിക്കണമെന്ന് തോന്നിയ തെറ്റായ ബോധത്തെയെല്ലാം ഉപേക്ഷിച്ചാണ്. അത് ഉപേക്ഷിക്കണമെന്നാണ് ബുദ്ധനെ കണ്ടവരോട്, സുഹൃത്തുക്കളോട്, ബുദ്ധനുമായി അടുത്തവരോട് ബുദ്ധൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ബുദ്ധൻ വ്യത്യസ്തനാവുന്നത്. ബുദ്ധൻ്റെ മറ്റൊരു സംഭവം, ബുദ്ധൻ്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാലും അതിൽ ഏറ്റവും വലുതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഒരർത്ഥത്തിൽ മാച്ച് കളഞ്ഞത് വൈശാലിയിലെ അംബപാലിയുമായി ബന്ധപ്പെട്ടാണ്. അംബപാലിയിലെ ചില പുസ്തകങ്ങളിൽ പറയുന്നത് അമ്രപാലി എന്നാണ്. ഏത് പാലിയാണെങ്കിലും ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും സുന്ദരിയായ സ്ത്രീ ഈ അംബപാലിയായിരുന്നു. അവർ അനാഥയായിട്ടാണ് ഒരു മാന്തോപ്പിൽ ഒരു കുഞ്ഞായി കിടന്നത്. ആ കാലത്ത് അവരെ അത്ര ആർത്തിയോടെ വളർത്താൻ ആരും മോഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ പ്രഭുവാണ് വൈശാലിയിൽ അവരെ വളർത്തിയത്. പക്ഷേ അവർ വളർന്നു വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി. അപ്പം കാമം കടലോളമെങ്കിലും അകത്തുള്ളവർ ഈ പെണ്ണിന് വേണ്ടിയുള്ള മോഹം കടലോളമുള്ളവരായി.
ആ രാജ്യത്ത് മാത്രമല്ല, മഗധയിലെയും കോസലത്തിലെയും വൈശാലിയിലെയും ചുറ്റുപാടുമുള്ള ഈ സൗന്ദര്യം അറിഞ്ഞവർ കാണാനെത്തുകയും കാണാനെത്തിയവർ കൈവശമാക്കാൻ മോഹിക്കുകയും ചെയ്തു. അപ്പോൾ അത് വൈശാലിയുടെ അന്നത്തെ ഒരു പ്രത്യേകത, വൈശാലിയിൽ ഭരണം നടത്തിയിരുന്നത് ഒരു റിപ്പബ്ലിക് രീതിയിലാണ്. ലിച്ചാവികളെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അതിന് നേതൃത്വം കൊടുത്തത്. നിർഭാഗ്യവശാൽ അവർ ഒരു ബുദ്ധന് ശേഷം ഒരു 5-6 നൂറ്റാണ്ട് കഴിയുമ്പോൾ അവരെക്കുറിച്ച് പിന്നെ ഇന്ത്യ കേൾക്കാതായി. അവിടെ ജനങ്ങളാണ് രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത്. ആ രാജാവിനെ മാറ്റിയിരുന്നതും ജനങ്ങളാണ്. 8 ഫെഡറേഷനുകൾ ചേർന്നതാണ് ഈ വൈശാലി റിപ്പബ്ലിക് എന്നറിയപ്പെട്ടത്. അപ്പോൾ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ രാജാവ് നേതൃത്വം കൊടുക്കുന്ന, ആ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ മനസ്സിൻ്റെ പ്രത്യേകത കൊണ്ടാവുന്ന ഒരു റിപ്പബ്ലിക്കായിരുന്നു. ആ റിപ്പബ്ലിക്കിലെ മഹാസുന്ദരിയായിരുന്നു ഈ അംബബാലി. അപ്പോൾ അംബബാലിയുടെ സൗന്ദര്യം ഇങ്ങനെ വന്നപ്പോൾ അംബബാലിയെ പലരും പ്രേമിച്ചു. പക്ഷേ ഒരു അനാഥയായ പെണ്ണിനെ പ്രേമിക്കുന്നത് ആ പെണ്ണിൻ്റെ മനസ്സിനെ അല്ല അംബബാലിക്ക് അറിയാമായിരുന്നു, അവളുടെ ശരീരത്തെയാണ്. അപ്പോൾ ശരീരത്തെ പ്രേമിക്കുന്നവർക്ക് ആ പ്രേമത്തിൻ്റെ ദൈർഘ്യം ഒരുപാട് കാലം കാണുകയില്ല. അതും അംബബാലിക്ക് അറിയാമായിരുന്നു. മഗധയിലെ ബിംബിസാര രാജാവും ഈ അംബബാലിയെ പ്രേമിച്ചിരുന്നു. അതിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയാണ് ജീവകൻ എന്ന് പറയുന്ന ആ കാലത്തെ കൊട്ടാര വൈദ്യനായി മാറിയ, മഗധയിലെ കൊട്ടാര വൈദ്യനായി മാറിയ മനുഷ്യൻ. ആ അംബബാലി ആ നാടിന് വേണ്ടി, അതാണ് ആ ചരിത്രത്തിൽ ഇപ്പോഴും വൈശാലിയിലെ മനുഷ്യർ അകത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു ആരാധനാ വിഗ്രഹമാണ് ഈ അംബബാലിയുടെ ഓർമ്മ. കാരണം ആ സൗന്ദര്യം അവൾ ജനങ്ങൾക്കും റിപ്പബ്ലിക്കിനും വേണ്ടി സമർപ്പിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ഒരാളായിരിക്കാൻ, ഒരാളുടെ സ്വത്തായിരിക്കാൻ, ആ സ്വത്ത് തന്നെ അയാൾക്ക് ഇഷ്ടമായ തരത്തിൽ വിനിയോഗിക്കുന്ന തരത്തിലാവാൻ ആഗ്രഹമില്ല. എൻ്റെ സൗന്ദര്യം ഈ റിപ്പബ്ലിക്കിനുള്ളതാണ്. അങ്ങനെ ആ പെണ്ണിൻ്റെ ഒരു രാത്രിക്ക് അന്ന് ആ റിപ്പബ്ലിക്ക് തന്നെ വില നിശ്ചയിച്ചത് 50 കാപ്പണമാണ്. അതിൽ 70% ഖജനാവിലുള്ളതാണ്, 30% അംബബാലിക്കുള്ളതാണ്. അംബബാലിക്ക് കിട്ടുന്നതിൽ 70% പാവങ്ങൾക്കുള്ളതാണ്. ബാക്കി 20%-ത്തിൽ നിന്ന് അവൾ ഒരു വലിയ വീടും കുറച്ച് പരിചാരകരും കുറച്ച് മാന്തോപ്പും ഒക്കെ മേടിച്ചു. അപ്പോൾ ആ പെണ്ണ് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം നിക്ഷേപിക്കുന്നതെന്ന് ഇന്ത്യക്ക് കാണിച്ചു തന്ന ഒന്നാണ് അംബബാലി. ആ അംബബാലി ഈ വേണുവനത്തിൽ ഒരു ദിവസം സ്വന്തം മകനായ ജീവകനെയും കൂട്ടി ബുദ്ധനെ കാണാൻ വന്നു. ബുദ്ധനെ കുറിച്ച് അറിഞ്ഞ് ബുദ്ധനെ കാണാൻ വന്ന് ജീവകനെ ബുദ്ധന് പരിചയപ്പെടുത്തി. അന്ന് ജീവകൻ വൈദ്യ പഠനം നടത്തുന്നയാളാണ്. അപ്പോൾ അംബബാലി സ്വാഭാവികമായി ബിംബിസാരൻ്റെ മകനാണ് ജീവകനെങ്കിലും കൊട്ടാരത്തിൻ്റെ ഏതെങ്കിലും അവകാശം അംബബാലി ഉന്നയിച്ചില്ല. കൊട്ടാരം അവളെ വിളിച്ച് സ്വീകരിച്ചതുമില്ല. അതിലൊന്നും അംബബാലിക്ക് പരാതി ഉണ്ടായിരുന്നില്ല. അംബബാലി വരുന്നതറിഞ്ഞപ്പോൾ പിട്ടുക്കൾ തന്നെ പറഞ്ഞത്, അംബബാലിയെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണ് വന്നാൽ പിട്ടുക്കളുടെ അകത്ത എല്ലാം ഉപേക്ഷിച്ച ബോധ്യം തന്നെ ഒരുപക്ഷെ തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിട്ടുക്കൾ അവിടെ വന്നപ്പോൾ നിലത്ത് നോക്കിയാണ് നിന്നത്. അംബബാലിയുടെ അപാര സൗന്ദര്യം കണ്ട് ബുദ്ധനെ മാത്രം അംബബാലി നോക്കുമ്പോൾ തന്നെ അതുവരെ നോക്കിയ കണ്ണുകളിലെല്ലാം ഒറ്റ വികാരമേ അംബബാലി കണ്ടുള്ളൂ, അത് കാമമായി. എന്നാൽ ബുദ്ധനിൽ മാത്രം അംബബാലി അത് കണ്ടില്ല. അപ്പോൾ അംബബാലി പറഞ്ഞു, ഇത് വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. താൻ ആദ്യമായി കാണുന്ന, തൻ്റെ പുറം സൗന്ദര്യത്തെ അവഗണിച്ച് തൻ്റെ അകത്ത അസ്വസ്ഥതമായ മനുഷ്യൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും കാണുന്ന ആദ്യത്തെ മനുഷ്യൻ. അപ്പോൾ ബുദ്ധൻ അംബബാലിയെ ഇരിക്കാൻ പറഞ്ഞു. അംബബാലിയോട് എന്താണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അംബബാലി പറഞ്ഞു, എന്നെ കൂടി ശിഷ്യയാക്കണം, എൻ്റെ മകനെ കൂടി അങ്ങ് സ്വീകരിക്കണം. എൻ്റെ നാട്ടിൽ വൈശാലിയിൽ അങ്ങ് വരുമെങ്കിൽ, എൻ്റെ ആതിഥ്യം സ്വീകരിക്കുമെങ്കിൽ ഞാൻ ലോകത്തിൽ ഏറ്റവും കൃതാർത്ഥയായ സ്ത്രീയായിരിക്കും. ബുദ്ധൻ ചിരിച്ചു.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ബുദ്ധൻ ആ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ബുദ്ധൻ അവളോട് പറഞ്ഞു, നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിന്നെ മനസ്സിലാകാത്തത് നിനക്കാണ്. നിൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു. ആളുകൾ അവരുടെ കാമാർത്തി കൊണ്ട് നിൻ്റെ വയറിന് മുകളിലോട്ടുള്ള ഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ കാമം നിൻ്റെ വയറിൽ നിക്ഷേപിക്കാൻ വേണ്ടി അവർക്കുള്ളതെല്ലാം നിനക്ക് തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. നീ ആ പണം സ്വീകരിച്ചിട്ടുണ്ട്. ആ പണം നീ നിൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ വയറിൻ്റെ വിശം പടക്കാൻ, അവൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാകാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ മനോഹരി മാത്രമല്ല, നിൻ്റെ പുറത്തെ മനോഹാരിതയേക്കാൾ നിൻ്റെ അകത്ത് കാരുണ്യമുണ്ട്. നീ ആ കാരുണ്യവുമായി മുമ്പോട്ട് പോയാൽ ഇതുവരെ നിനക്ക് അസ്വസ്ഥമായ നിൻ്റെ തെറ്റുകളെന്ന് നിനക്ക് തോന്നുന്ന പാപങ്ങളെ തന്നെ നിനക്ക് കഴുകിക്കളയാം. അപ്പോൾ ബുദ്ധൻ അംബവാലിയെ ഇങ്ങനെ കണ്ടപ്പോൾ, ആ ക്ഷണം സ്വീകരിച്ചപ്പോൾ അവിടെയുള്ളവർക്കും രാജാക്കന്മാർക്കും അത്ഭുതമായി. അവസാനം മരണത്തിലേക്ക് പോകുന്ന സമയത്താണ് ബുദ്ധൻ വൈശാലിയിൽ ഒരു ദിവസം ഈ അംബവാലിയുടെ മാന്തോപ്പിൽ താമസിക്കുന്നത്. അത് അംബവാലി പ്രഖ്യാപിക്കുകയും ആ വൈശാലി നഗരം മുഴുവൻ ഒരുക്കുകയും ആ മാന്തോപ്പിനെ ബുദ്ധന് വേണ്ടി ഒരുതരം മധുരതരമായ സ്വീകരണത്തിന് അരങ്ങാക്കുകയും ചെയ്തു. അപ്പോഴവിടുത്തെ പ്രഭുക്കന്മാരും പണമുള്ളവരും അംബവാലിയോട് പറഞ്ഞു, ബുദ്ധനെപ്പോലെ ഒരാളെ നീ സ്വീകരിക്കുന്നത് ശരിയാവുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. നീ ബുദ്ധനെ വിട്ടു തന്നാൽ, ഞങ്ങൾക്ക് സ്വീകരിക്കാനായി വിട്ടു തന്നാൽ നിനക്ക് ഈ മാന്തോപ്പോ ഒരു 3-4 മാന്തോപ്പോ മേടിക്കാനുള്ള പണം ഞങ്ങൾ തരാം. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യരെ സ്വീകരിക്കുന്നത് നീ ആയിരിക്കുന്നതല്ല നല്ലത്, ഞങ്ങളായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അംബവാലി അവരോട് പറഞ്ഞു, ലോകം മുഴുവൻ കൊടുത്താൽ ലോകത്തിൻ്റെ എല്ലാ സമ്പത്തും ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറ്റേ തട്ടിൽ ബുദ്ധനെ വെച്ചാൽ ബുദ്ധൻ്റെ തട്ട് താഴ്ന്നിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ബുദ്ധൻ്റെ മുമ്പിൽ ആരുമല്ല, പക്ഷേ ബുദ്ധൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുമ്പോൾ ഞാൻ ലോകത്ത് ചരിത്രത്തിൽ നാളെ ഒരുപക്ഷെ ഓർമ്മിക്കപ്പെടുന്ന ഒരാളാവും. അതൊറ്റ കാരണത്താലാണ്, ബുദ്ധനെ സ്വീകരിച്ച സ്ത്രീ എന്ന പേരിൽ. അതുകൊണ്ട് ആ സമ്പത്ത് മാത്രം ഞാൻ വിട്ടുതരികയില്ല. നിങ്ങൾക്കും വരാം, നിങ്ങൾക്കും ബുദ്ധൻ്റെ പ്രഭാഷണം കേൾക്കാം, അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാം. പക്ഷേ ബുദ്ധനെ നിങ്ങൾക്ക് വിട്ടുതരാൻ സാധ്യമല്ല. ഇതാണ് അംബവാലി. ആ അംബവാലിയുടെ തെറ്റിനെ എങ്ങനെയാണ് ബുദ്ധൻ നോക്കിക്കണ്ടതെന്ന് ചരിത്രത്തിലെ ഒരു വലിയ സത്യമാണ്. ആ അംബവാലിയുടെ ജീവിതത്തെയാണ്, അംബവാലിയെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനാണ് വ്യാസൻ പാഞ്ചാലിയെ നിർമ്മിച്ചത്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരെ കൊടുത്ത് പാഞ്ചാലിയെ നിർമ്മിച്ചപ്പോൾ ചരിത്രത്തിൽ വൈശാലിയിലെ അംബമാലിയെ നമ്മളും മറന്നു, നാടും മറന്നു. ചരിത്രത്തിലുള്ള ചിലതിനെ മായ്ക്കാൻ ഒരു കഥാപാത്രത്തെ ഒരുപക്ഷെ വ്യാസനെപ്പോലെ മഹാപ്രതിഭയായ ഒരാൾ സൃഷ്ടിച്ച കഴിയുമെന്ന്, എങ്ങനെയാണ് ബുദ്ധൻ തന്നെ മാഞ്ഞു പോയതെന്ന് ഞാൻ നാളെ പറയുന്നുണ്ട്, അത് നമ്മളോട് പറയും. അപ്പോൾ അംബവാലി ചരിത്രത്തിലുള്ള അസാധാരണ സ്വഭാവമുള്ള സൗന്ദര്യമുള്ള, എന്നാൽ ബുദ്ധൻ്റെ എല്ലാ നന്മകളെയും ഉൾക്കൊണ്ട ഒരു പെണ്ണാണ്. അംബവാലിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിന് വേണ്ടി സമർപ്പിച്ചത് ആ നാട്ടിലെ എല്ലാ പണക്കാരുടെയും പണമാണ്. പക്ഷേ അവരാരും അംബവാലിയുടെ മനസ്സിനകത്ത് ഇടം കണ്ടെത്തിയവരല്ല, അംബവാലിയെ മനസ്സിൽ കയറ്റി ആരാധിച്ചവരല്ല. അംബവാലിയുടെ മനസ്സ്, അംബവാലിയുടെ ആരാധന അംബവാലി ഒരാൾക്കേ കൊടുത്തുള്ളൂ, അത് ബുദ്ധനാണ്. ബുദ്ധൻ്റെ മനസ്സിൽ അംബവാലി ഉണ്ടാവണമെന്ന് അംബവാലി ആഗ്രഹിച്ചു. കാരണം ബുദ്ധന് അംബവാലിയുടെ ശരീരം വേണ്ടായിരുന്നു, എന്നാൽ അംബവാലിയുടെ സങ്കടം വേണമായിരുന്നു. അംബവാലി ആ കാലത്ത് ഈ സ്ത്രീകളുടെ ശരീരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഇന്നത്തെ നിലയിലല്ല സമൂഹം കണ്ടത്. എല്ലാ രാജ്യങ്ങളും സുന്ദരിമാരായ സ്ത്രീകളെ ബഹുമാനത്തോടെ, ദേവദാസികളോ
അല്ലെങ്കിൽ അവരുടെ തന്നെ കൊട്ടാരത്തിനരികത്ത് വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കുന്ന പെൺകുട്ടികളുമായി താമസിപ്പിച്ചിരുന്നു. പിന്നെയാണ് സമൂഹത്തിൽ ആര്യബോധത്തിൻ്റെ ഒരു വളർച്ചയിലാണ് ഈ വേശ്യ എന്ന സങ്കല്പവും ആണിനെന്ത് ചെയ്യാം പെണ്ണിനൊന്നും ചെയ്തുകൂടാ എന്ന ഒരു ജീവിത രീതിയും അതുകൊണ്ട് പിഴച്ചവനില്ലാതാവുകയും പിഴച്ചവൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതി സമൂഹത്തിൽ രൂപപ്പെടുത്തിയത്. അപ്പോൾ അംബവാലിയെക്കുറിച്ച് ബുദ്ധൻ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലാണ് ഒരുപാട് അഴകില്ലാത്ത മോശമായ കാര്യങ്ങൾ വന്നു ചേർന്നത്. ആണും തമ്മിലല്ല, പെണ്ണും ആണും തമ്മിൽ ഈ മക്കളാകുന്ന പെണ്ണിൻ്റെ ശരീരത്തിൽ നകത്തു വളർന്ന് പുറത്തു വന്ന് പിന്നെ അകലെയാകുന്നതാണ് ആ ബന്ധം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ഡിവേഴ്സ് ചെയ്യാം, വേർപെടുത്താം. പക്ഷേ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആഗ്രഹിച്ചാലും വേർപെടുത്താൻ പറ്റുകയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുകയാണ്. എന്നാൽ മകൻ അല്ലെങ്കിൽ മകൾ അമ്മയിൽ നിന്ന് വരികയാണ്. അമ്മയിൽ നിന്ന് വരുന്ന മകനോ മകളോ അമ്മയോടുള്ള ബന്ധം നിങ്ങൾക്ക് കോടതിയിൽ പോലും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് അച്ഛനുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ ഇല്ലാതാക്കാം, പക്ഷെ അമ്മയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ പറ്റില്ല. അത് അമ്മയുടെ പുത്രൻ പുത്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡിവേഴ്സ് ചെയ്യാൻ പറ്റുകയില്ല. ഭാര്യയും ഭർത്താവും മാത്രമേ നമുക്ക് വേർപിരിയാൻ പറ്റൂ. മകനും അമ്മയും വേർപിരിയാൻ പറ്റുകയില്ല. കാരണം അവർ പിന്നെ ശരീരം കൊണ്ട് ചേർക്കപ്പെടാത്തവരാണ്. അതിൻ്റെ അർത്ഥം അവർ ആത്മാവ് കൊണ്ട് ഒരിക്കലും മുറിയാതെ ചേർക്കപ്പെട്ടവരാണ്. ഇത് ബുദ്ധൻ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ജീവകനും അംബവാലിയും തമ്മിലുള്ള ബന്ധം ആത്മാവ് കൊണ്ടുള്ളതാണ്. അംബവാലിയും ബുദ്ധനും തമ്മിലുള്ള ബന്ധവും ആത്മാവ് കൊണ്ടുള്ളതാണ്. എന്നാൽ അംബവാലിയും ഈ രാജാക്കന്മാരും പ്രഭുക്കന്മാരും തമ്മിലുള്ള ബന്ധം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോൾ വേണമെങ്കിലും നിഷേധിക്കാവുന്നതാണ്, വേർപെടുത്താവുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ കാലത്തും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഒരു കാര്യം, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എപ്പോൾ വേണമെങ്കിലും വിച്ഛേദിക്കാവുന്ന തരത്തിൽ ദുർബലമാണ്, അമ്മയും മക്കളും ഒഴിച്ച്. സത്യത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ആത്മാവും തമ്മിൽ ചേരുന്നതാണെങ്കിൽ ഭാര്യയും ഭർത്താവും. അപ്പം മഹാത്മാഗാന്ധി 36-ാമത്തെ വയസ്സിൽ കസ്തൂർബായോട് പറഞ്ഞത്, ഇനി നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധം വേണ്ട എന്നാണ്. അതിനുശേഷമാണ് അവർ ആത്മാവ് കൊണ്ട് തിരിച്ചറിഞ്ഞത്. ബുദ്ധനും യശോധരയും 29-ാമത്തെ വയസ്സിൽ ശാരീരിക ബന്ധം വേണ്ടെന്ന് വെച്ചതാണ്. അതിനുശേഷമാണ് അവർ ആത്മാവ് കൊണ്ട് ഒന്നായത്. ശരീരം കൊണ്ട് ഒന്നാവുന്നതിനേക്കാൾ പ്രധാനം ആത്മാവ് കൊണ്ടൊന്നാവുന്നതാണ്. ആത്മാവ് കൊണ്ടൊന്നാവുന്ന ബന്ധങ്ങൾ ആധുനിക കാലത്ത് നാട്ടിലും വീട്ടിലും എവിടെയും കുറയുന്നു എന്നതാണ് ഇന്ന് നാട് നേരിടുന്ന ഒരു പ്രശ്നം. ഇന്ന് ബന്ധങ്ങൾ ദുർബലമാണ്, അശക്തമാണ്, ഒരുപക്ഷേ അവിഹിതമാണ്. അങ്ങനെ ഒരു കാലത്താണ് അവിഹിതമല്ലാത്ത ഒരു ബന്ധം, ഒരുപാട് അവിഹിത ബന്ധങ്ങൾ മുറിച്ചെറിഞ്ഞ് ആത്മാർത്ഥതയുള്ള ആത്മാവിൻ്റെ ബന്ധം ബുദ്ധൻ്റെ മനസ്സിൽ സ്ഥാപിച്ച, തനിക്ക് കിട്ടിയ പണമെല്ലാം നാടിന് സമർപ്പിച്ച, നാട്ടിലെ പാവങ്ങളെ ഒരു കുഞ്ഞിനെയും അനാഥമാക്കാതെ നോക്കിയ, അതിനെല്ലാം സംരക്ഷിച്ച ഈ റിപ്പബ്ലിക്കായിരുന്ന ലിച്ചാവികളുടെ വച്ചി ഫെഡറേഷൻ എന്ന് പറയുന്ന ഫെഡറേഷൻ്റെ ഒരു വലിയ സമ്പത്തായിരുന്ന അംബവാലിയുടെ ചരിത്രം ബുദ്ധൻ്റെ ചരിത്രത്തോടൊപ്പം ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. ബുദ്ധൻ അങ്ങനെ അംബവാലിയെ സ്വീകരിച്ച് ബുദ്ധൻ സഞ്ചരിക്കുന്ന കാലത്താണ് അസാധാരണ പ്രതിഭയുള്ള 2 യുവബ്രാഹ്മണർ ബുദ്ധൻ്റെ ശിഷ്യരാകുന്നത്. അതിലൊന്നാണ് സരിപുത്രൻ. സരിപുത്രൻ ഒരു ഗുരുവിനെ തേടി നടന്നയാളാണ്. മറ്റൊരാളാണ് മൊഗ്ഗല്ലാന എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവൻ. അവർ രണ്ടുപേരും എല്ലാ സത്യങ്ങളും കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ വഴിയെങ്കിലും പറഞ്ഞു തരുന്ന ഒരു ഗുരുവിനെ തേടി നടക്കുമ്പോഴാണ് മഗധ രാജ തലസ്ഥാനമായ രാജ്ഗീറിൽ വെച്ച് അവർ സജ്ജയൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കണ്ടെത്തുന്നത്. അപ്പോൾ ആ സജ്ജയനോടിങ്ങനെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞപ്പോൾ
സജയൻ ചിലത് വിശദീകരിച്ചത് കേട്ടപ്പോൾ അവർക്ക് തോന്നി ഇദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്. അപ്പോൾ ഈ സരിപുത്രൻ പറഞ്ഞു, സജയ, ഞങ്ങൾ തേടി നടന്ന ഗുരു നിങ്ങളാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഞങ്ങളുടെ ഗുരുവാവണം. അപ്പോൾ സരിപുത്രൻ ഇത് പറഞ്ഞപ്പോൾ സജയൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ഗുരുവാവാൻ പറ്റുകയില്ല, കാരണം എനിക്ക് വേറൊരു ഗുരുവുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കൊരു ഗുരുവുണ്ടോ? പറഞ്ഞു, എനിക്കൊരു ഗുരുവുണ്ട്. ആ ഗുരു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ സരിപുത്രൻ പറഞ്ഞു, ആ ഗുരു ബുദ്ധനാണ്, ഗൗതമ ബുദ്ധനാണ്, അദ്ദേഹമാണ് എൻ്റെ ഗുരു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ സരിപുത്രനും മുഗ്ഗല്ലാനയും ബുദ്ധനെ കണ്ടെത്തുന്നതും ബുദ്ധൻ്റെ ശിഷ്യരാകുന്നു. ആ സരിപുത്രനിൽ ബുദ്ധന് വലിയ വിശ്വാസമായിരുന്നു. സരിപുത്രൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ സരിപുത്രൻ ഉൾപ്പെടെ 7 ആൺമക്കളുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പലരെയും കൂടെ പോയതുകൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയി. അവർക്കതുകൊണ്ട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ സരിപുത്രനെ ശിഷ്യരായി കൊണ്ടുപോയ ബുദ്ധനോട് വിരോധമായിരുന്നു. സരിപുത്രൻ എല്ലാ കാര്യത്തിലും ബുദ്ധനെ സഹായിച്ചുകൊണ്ടാണ് നിന്നത്. സരിപുത്രൻ അവസാനം അമ്മയ്ക്ക് പ്രായമായി രോഗമായപ്പോൾ ബുദ്ധൻ തന്നെ പറഞ്ഞു, അമ്മയെ പോയി പരിചരിക്കണം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കാൻ അവസാനകാലം മകനെന്ന നിലയിൽ സരിപുത്രൻ ഉണ്ടാവണം. അങ്ങനെ സരിപുത്രൻ പോവുകയാണ്. സരിപുത്രൻ പോയി അവിടെ നിന്ന് പിന്നെ സരിപുത്രൻ തിരിച്ചു വരുന്നില്ല. സരിപുത്രൻ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആഗ്രഹം ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് മരിക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് താൻ മരിക്കാതിരുന്ന് താൻ അദ്ദേഹത്തിൻ്റെ മരണം കാണേണ്ടി വന്നാൽ അത് തനിക്ക് താങ്ങാൻ പറ്റുക. അങ്ങനെ സരിപുത്രൻ അമ്മയുടെ മരണശേഷം ആഹാരം കഴിക്കാതെ ഒരുതരം നിരാഹാര വ്രതം അനുഷ്ഠിച്ച് മരിക്കുകയാണ്. സരിപുത്രൻ മരിച്ചപ്പോൾ ഈ ബുദ്ധൻ്റെ കൂടെ നടക്കുന്ന ആനന്ദൻ വല്ലാതെ കരഞ്ഞു. ആനന്ദൻ ബുദ്ധൻ മൊത്തം 84,000 പ്രസംഗങ്ങൾ നടത്തിയെന്നാണ്, വീടുകളിലും നാട്ടിലും പൊതുവെയുമൊക്കെ. അതിൽ 80,000 പ്രസംഗങ്ങളും കേട്ട പ്രസംഗങ്ങളൊന്നും വള്ളി പുള്ളി വിസർഗം വിടാതെ മനസ്സിൽ സൂക്ഷിച്ച അത് മറ്റുള്ളവർ പകർന്ന ഒരാളാണ് ആനന്ദൻ. അപ്പോൾ ആനന്ദൻ അങ്ങനെ കരഞ്ഞപ്പോൾ ബുദ്ധൻ ഒരു കാര്യമാണ് ആനന്ദനെ വിളിച്ച് പറഞ്ഞത്, ആനന്ദ, നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്തതിനൊന്നും നമ്മൾ കരയരുത്. കരഞ്ഞതുകൊണ്ട് മരണമില്ലാതാവുകയല്ല. ഒരു പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പം ഒരു കര ഒഴുകിപ്പോകുന്ന പുഴയെ കണ്ട് കരയാൻ പാടില്ല. കാരണം ഒഴുക്ക് എന്ന് പറയുന്നത് പുഴയുടെ ആവശ്യമാണ്. അത് കരഞ്ഞതുകൊണ്ട് പുഴ ഒഴുക്ക് നിർത്തുകയല്ല, പുഴ ഒഴുകിപ്പോകും. അപ്പം കരയ്ക്ക് ചെയ്യാവുന്നത് അതിൻ്റെ പിറകെ ഒഴുകി വരുന്ന പുഴയെ കാണുക എന്നതാണ്. അതുകൊണ്ട് ഒന്ന് പോകുന്നത് കൊണ്ട് കരയേണ്ടതില്ല. സരിപുത്രൻ പോയി, ജ്ഞാനം പോവും, അപ്പോഴും കരയരുത്. കാരണം അത് നമുക്ക് തടഞ്ഞു നിർത്താവുന്ന കാര്യമല്ല. ബുദ്ധൻ ഇങ്ങനെ അവസാന കാലമാവുമ്പോൾ ബുദ്ധൻ്റെ ജീവിതത്തിൽ ഓരോ പ്രഭാഷണത്തിലും ബുദ്ധൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ മനുഷ്യരോട് പറയുന്നുണ്ട്. ബുദ്ധൻ്റെ അനുയായികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ബുദ്ധന് വിരോധികൾ ഉണ്ടാവുന്നുണ്ട്. ആ വിരോധികളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നപ്പോഴാണ് 55-ാമത്തെ വയസ്സിൽ ബുദ്ധനെ നോക്കാൻ, ബുദ്ധനെ സംരക്ഷിക്കാൻ, ബുദ്ധൻ്റെ കൂടെ എപ്പോഴും കാവലായി നിൽക്കാൻ ഒരാൾ വേണമെന്ന് ഈ ഭിക്ഷു സംഘത്തിന് തോന്നിയത്. അങ്ങനെയാണ് ബുദ്ധൻ്റെ കൂടെ നിൽക്കാൻ ആരെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ പലരും ആഗ്രഹം അതിലുണ്ടെങ്കിലും എല്ലാവരും കൂടി തീരുമാനിച്ചത് അതിനേറ്റവും പറ്റിയ ആൾ ആനന്ദൻ എന്നാണ്. ആനന്ദൻ ബുദ്ധൻ്റെ അർത്ഥ സഹോദരൻ കൂടിയാണ്. മാത്രമല്ല ബുദ്ധൻ്റെ ഏതെങ്കിലും ഒന്നിന് ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പോൾ ആനന്ദനെ നിശ്ചയിച്ചത് ബുദ്ധൻ അറിഞ്ഞില്ല. ബുദ്ധൻ കുടിലിരിക്കുമ്പം മറ്റുള്ളവർ കൂടിയാണ് ബുദ്ധൻ ഇനിയും സഹായി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചതെന്ന് നിശ്ചയിച്ചത്. ആനന്ദൻ ചില ഉപാധികൾ വെച്ചു. ആ ഉപാധികൾ വെച്ചത് ബുദ്ധൻ്റെ കുടിലിൽ ഞാൻ ഉറങ്ങുകയില്ല. കാരണം അങ്ങനെ ഉറങ്ങിയാൽ ആ ഉറങ്ങുന്ന നേരത്ത് എനിക്ക് ചില അധിക അവകാശങ്ങളുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കും. ബുദ്ധൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പങ്ക് ഞാൻ കഴിക്കുകയില്ല.
ബുദ്ധൻ ഏതെങ്കിലും ഉപദേശം ഞാൻ കൊടുക്കുകയല്ല. ബുദ്ധനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് വിളിച്ചാൽ ഞാനതിൽ പങ്കുചേരുകയല്ല. ബുദ്ധന് ഒരു ഉടുപ്പല്ല ഒരു മുണ്ടോ സൗകര്യമോ കിട്ടിയാൽ അതിൽ ഒന്നും ഞാൻ സ്വീകരിക്കുകയല്ല. ബുദ്ധന് കിട്ടുന്ന മറ്റേതെങ്കിലും സൗഭാഗ്യങ്ങളിൽ വേറൊന്നും ഞാൻ ഉൾപ്പെട്ട് അതിൽ പങ്കാളിയാവേല. ഇതെല്ലാം നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ബുദ്ധനെ കാക്കുന്ന ഒരാളായി എൻ്റെ ജീവിതകാലം ചെലവഴിക്കുക. അപ്പോൾ അതിൽ കൂടെയുള്ള വർദ്ധമാന മഹാവീരൻ്റെ കൂടെ നിന്ന് ബുദ്ധനിലേക്ക് മാറി വന്ന ഉപാലി എന്ന് പറയുന്ന അയാൾ തമാശയായി പറഞ്ഞു, ഒരു കാര്യം മാത്രം അതിൽ നിന്നും മാറ്റണം. അത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധനെ ഏതെങ്കിലും ഗൃഹസ്ഥ ശിഷ്യന്മാരെ ആഹാരത്തിന് വിളിച്ച് ബുദ്ധൻ്റെ ഒരു ഉപദേശം ആ വീട്ടുകാർ കേൾക്കുന്ന നേരത്ത് ആനന്ദൻ പോകാതിരുന്നാൽ ആനന്ദത്തിനത് കേൾക്കാൻ പറ്റുകയില്ല. ആനന്ദനത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ആനന്ദൻ്റെ ഓർമ്മയിലത് സൂക്ഷിച്ച് നമുക്കത് പകർന്നു തരാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു നഷ്ടമായി. ആ നഷ്ടം സഹിക്കാൻ ഞങ്ങൾക്കിഷ്ടമല്ല. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ ബുദ്ധനെ വിളിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് നിങ്ങൾക്ക് 2 പേർക്ക് തരാനുള്ള ആഹാരം ഇല്ലെങ്കിൽ ബുദ്ധന് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് നിനക്ക് തന്നാൽ ആനന്ദം കഴിക്കണം. ഇനി തന്നില്ല എന്ന് വെച്ചോ, കഴിക്കാതിരുന്ന് ബുദ്ധൻ അവരോട് പറയുന്നത് നീ കേട്ട് മനസ്സിൽ സൂക്ഷിക്കണം. ആ ഒരു ഉപാധി മാത്രം സ്വീകരിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. ബുദ്ധനോട് പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ബുദ്ധൻ ആനന്ദൻ തൻ്റെ കാവലായിരിക്കട്ടെ എന്ന് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ബുദ്ധൻ ആളുകളെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഒരു സംഭവം കൂടെ പറഞ്ഞ് ബാക്കി നാളെ പറയാം. അത് ആ നാട്ടിലന്ന് അത് കോസലത്താണ്. കോസലത്തിൻ്റെ ശ്രാവസ്തിയിൽ ഒരു ഭയങ്കരനായ കൊലയാളി ഉണ്ടായിരുന്നു. അയാളുടെ പേര് അങ്കുലിമാല എന്നായിരുന്നു. അങ്ങനെ വിളിക്കാൻ കാര്യം, അയാൾ ആരെങ്കിലും വധിച്ചാൽ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു പണം അയാൾ അപഹരിക്കുകയില്ല. അയാളൊരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുകയില്ല. അയാൾ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള സമ്പത്ത് കൈക്കലാക്കുകയില്ല. പക്ഷേ അയാൾ കൊല്ലും. കൊന്നു കഴിഞ്ഞാൽ കൊന്നതറിയാൻ വേണ്ടി അയാൾ ആ ചത്ത മനുഷ്യൻ്റെ ഒരു വിരൽ മുറിച്ചെടുക്കും. അങ്ങനെ മുറിച്ചെടുത്ത വിരലുകൾ കൊരുത്ത് കഴുത്തിലിട്ട് നടക്കുന്ന ഒരാളാണ് ഇയാൾ. അതുകൊണ്ട് അയാളെ ഭയത്തോടെ നാട്ടുകാർ വിളിച്ചത് അങ്കുലിമാല എന്നാണ്. അപ്പോൾ അയാൾ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ, അയാളൊരു കാട്ടിലുണ്ടെന്നറിഞ്ഞാൽ പിന്നെ ആ കാട്ടിലാരും പോവുകയില്ല. അയാളൊരു നഗരത്തിലൊരു ദിവസം പ്രത്യക്ഷപ്പെട്ടെന്നറിഞ്ഞാൽ ആ തെരുവുകളിലെല്ലാം ഒഴുകിയിടക്കും. ഭയമാണ്. എല്ലാ കാലത്തും അത് നമുക്ക് മനസ്സിലാവും. എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം ഭയമാണ്. ഭയത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നവരെയാണ് നമ്മൾ പ്രവാചകന്മാരെന്നും ചിന്തകന്മാരെന്നും മാനവികതയുടെ വലിയ മുകുടങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആളുകൾ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് ഈ അങ്കുലിമാല. അപ്പോൾ അങ്കുലിമാല ഒരു ദിവസം ഈ ശ്രാവസ്തിയിലെ ഒരു തെരുവിൽ അങ്കുലിമാലയെ കണ്ടു എന്ന് ബുദ്ധൻ ശ്രാവസ്തിയിലെ ജേതവനത്തിലുള്ളപ്പോൾ ബുദ്ധൻ അറിഞ്ഞു. അപ്പോൾ ബുദ്ധൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് ഭിക്ഷയ്ക്കിറക്കുന്നത്. അത് ഒരുമിച്ച് കൂട്ടിയാണ് കഴിക്കുന്നത്. കഴിക്കുമ്പോൾ ബുദ്ധനൊരു പ്രത്യേകതയുണ്ട്. അതന്ന് തീരുമാനിച്ചത് പിന്നെ ഒരുപാട് കാലം നിലനിന്നതാണ്. അതായത് ഒരു നേരമേ ഒരു ദിവസം ആഹാരം കഴിക്കൂ. അത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബുദ്ധനാണ്. അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അത് കുളിച്ച് വൃത്തിയായി വന്നായിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ മിണ്ടുകയാണ്. ആഹാരം മാത്രം കഴിക്കും. അങ്ങനെ ആഹാരം കഴിക്കുമ്പോഴും നമ്മുടെ ശ്വാസഗതി കഴിക്കുന്നതിന് മുമ്പുള്ളത് തന്നെ ആയിരിക്കും. വൃത്തിയായി ചവച്ചാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം നാവ് ആ ആഹാരത്തിൻ്റെ രുചി മാത്രമേ അറിയാൻ പാടുള്ളൂ. നമ്മൾ മിണ്ടിയാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ, അതല്ല TV കണ്ടാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ, അതല്ല വേറെന്തെങ്കിലും ചെയ്താണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ നാവിനും നമ്മുടെ ശരീരത്തിനും ആഹാരത്തിൻ്റെ രുചി മുഴുവൻ അറിയാൻ പറ്റുകയില്ല. നമ്മൾ മിണ്ടാതെ നിശബ്ദമായിരുന്ന് നാവ് ആ ആഹാരത്തിൻ്റെ രുചി കൃത്യമായി അറിഞ്ഞ് സമയമെടുത്ത് ചവച്ച് രുചി മുഴുവൻ ആസ്വദിച്ച്
ആഹാരം കഴിച്ചാൽ തെറ്റായ ആഹാരം പോലും ശരീരം സ്വീകരിക്കും. പക്ഷെ സൂര്യൻ മറഞ്ഞ ശേഷം ആഹാരം കഴിക്കരുത്. ചൈനയിലും അങ്ങനെയാണ്. ചൈന സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാല്ല, ഇപ്പോഴും കഴിക്കാല്ല. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം വൃത്തിയായി വന്ന് മിണ്ടാതിരുന്ന് രുചി മൊത്തം അറിഞ്ഞ് ആ ആഹാരം ചെറുതാണെങ്കിലും അത് ശരീരം മുഴുവൻ ഓരോ സെല്ലും ആസ്വദിച്ച് സ്വീകരിക്കുന്ന വണ്ണം ആഹാരം കഴിക്കണം. അങ്ങനെയാണ് ബുദ്ധൻ ആഹാരം കഴിച്ചത്. അപ്പോൾ ബുദ്ധൻ ഈ ഒറ്റയ്ക്കാണ് ഈ ഭിക്ഷയ്ക്ക് പോകുന്നത്. ഭിക്ഷയ്ക്ക് പോയി ഇങ്ങനെ ആ തെരുവിലെത്തുമ്പോൾ ഒരു വാതിലിൽ ചെന്നിങ്ങനെ ഭിക്ഷയ്ക്ക് വേണ്ടി മുട്ടുമ്പോൾ ബുദ്ധനാണെന്നവർ അകത്ത് നിന്ന് ഒരു ചെറിയ സുഷിരത്തിലൂടെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി. അവർ ഉടനെ പുറത്തു വന്ന് ബുദ്ധനെ പെട്ടെന്ന് വിളിച്ച് അകത്ത് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധനകത്ത് കയറി. ബുദ്ധനകത്ത് കയറിയപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഇത്രയും ഭയപ്പെട്ട്? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ഭയമില്ല, നിങ്ങളെന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഈ തെരുവിൽ അങ്കുലിമാലയുണ്ട്. അയാളെ കണ്ട് അയാൾ ആരെ കണ്ടാലും കൊല്ലും. അയാളുടെ കഴുത്തിലെ മാലയിൽ ഇപ്പം 78 വിരലുണ്ടെന്നാണ് പറയുന്നത്. 100 വിരലാക്കാൻ വേണ്ടി അയാൾ ഇനി 22 പേരെ കൂടെ തേടി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങ് അകത്തിരിക്കണം, സന്ധ്യയാകുമ്പോൾ അങ്ങേക്ക് ഇവിടെ നിന്ന് പോകാം. ബുദ്ധൻ പറഞ്ഞു, അതല്ല, എനിക്ക് ഭിക്ഷ എടുത്തേ പറ്റൂ, നിങ്ങൾ എന്നെ പുറത്ത് വിടൂ. ബുദ്ധൻ പുറത്ത്. അപ്പോൾ എല്ലാ കതവുകളും അടഞ്ഞു കിടക്കുകയാണ്. തെരുവുമുതവും മുഴുവൻ വിജനമാണ്. ബുദ്ധൻ ഇങ്ങനെ നടന്നു. അപ്പം പിറകെ ആരോ ഓടി വരുന്നതായി ബുദ്ധൻ അറിഞ്ഞു. ബുദ്ധൻ്റെ മനക്കണ്ണുകൊണ്ട് അത് അങ്കുലിമാലയാണെന്ന് മനസ്സിലാക്കി. അങ്കുലിമാലയെ അതിനു മുമ്പ് ബുദ്ധൻ കണ്ടിട്ടില്ല. അപ്പോൾ ബുദ്ധൻ്റെ പഴയ സ്പീഡിൽ തന്നെ ആക്കി. അപ്പോൾ അങ്കുലിമാല ഓടി ബുദ്ധൻ്റെ അടുത്തെത്തി, സന്യാസി നിൽക്ക് എന്ന് പറഞ്ഞു. ബുദ്ധൻ നിന്നില്ല. ബുദ്ധൻ പിന്നെയും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്കുലിമാല പിറകെ നിന്ന് നടന്നു വന്ന് ഈ നിൽക്കാത്ത ബുദ്ധൻ്റെ മുന്നിലെത്തി. അങ്കുലിമാല പറഞ്ഞു, ഞാൻ അങ്കുലിമാലയാണ്, നിങ്ങളോട് ഞാൻ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം ബുദ്ധൻ പറഞ്ഞു, ഞാൻ എന്നേ നിന്നവനാണ്, നിങ്ങളാണ് നിൽക്കാതെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്കുലിമാലയ്ക്ക് അത് മനസ്സിലായില്ല. പക്ഷേ അങ്കുലിമാല എന്ന് പറഞ്ഞിട്ടും ബുദ്ധൻ്റെ കണ്ണിൽ ഭയം വരാത്തത് കണ്ട്, ബുദ്ധന് വേറൊരു തരം ഭാവവും വരാത്തത് കണ്ട് അങ്കുലിമാലയ്ക്ക് ഒരു ഭയം ഉണ്ടായി. ഇയാൾ എന്താണ് എൻ്റെ പേര് പറഞ്ഞിട്ടും എൻ്റെ കഴുത്തിൽ ഈ മാല കിടക്കുന്നത് കണ്ടിട്ടും ഞാൻ അങ്കുലിമാലയാണെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടും ഇയാൾ പേടിക്കാത്തത്. അപ്പം ബുദ്ധൻ അയാളെ കണ്ണിൽ തന്നെ നോക്കിയപ്പോൾ അയാൾക്ക് വീണ്ടും സംഭ്രമമായി. അയാൾ പറഞ്ഞു, നിങ്ങൾ ആരാണ്? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ ആരുമാകട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ നിൽക്കണമെന്ന്. ഞാൻ പണ്ടേ നിന്നത് എൻ്റെ തെറ്റുകളിൽ നിന്ന് മാറി ശരികളിലേക്ക് പോയി ഞാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ ശരികളിൽ നിന്ന് നിങ്ങൾ തെറ്റുകളിലേക്ക് മനുഷ്യരെ പീഡിപ്പിച്ചും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്, നിന്ന് വേറൊരു ശരിയുടെ വഴിയിലേക്ക് പോകുന്നത് ഞാനാണ്. അപ്പോൾ അങ്കുലിമാല പറഞ്ഞു, നിങ്ങൾ ആരാണ്? നിങ്ങളാണോ ഗൗതമ ബുദ്ധൻ? അപ്പം ബുദ്ധൻ തലയാട്ടി ദേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കുലിമാല പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരാളെ ഇതിനു മുമ്പ് കാണാത്തത് കൊണ്ട് എന്തെല്ലാം തെറ്റുകളാണ് ഞാൻ ചെയ്തത്, എന്തെല്ലാം പാപങ്ങളാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഇനി ആ പാപങ്ങളിൽ നിന്ന് മോചനമില്ല. എന്നെ ജനം പഴയതുപോലെ സ്വീകരിക്കുകയല്ല. ഞാനിനി എന്താണ് എൻ്റെ രക്ഷയ്ക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഒരാൾ മാറാൻ തീരുമാനിച്ചാൽ അയാളുടെ എത്ര വർഷമാണ് മാറാതെ അയാൾ മനുഷ്യനെ പീഡിപ്പിച്ചതും എന്നതിന് പകരം ചെയ്യാവുന്നത് ബാക്കി ജീവിച്ചിരിക്കുന്ന കാലം മനുഷ്യനെ സ്നേഹിക്കുക എന്നതാണ്, മനുഷ്യന് കാവലാവുക എന്നതാണ്, മനുഷ്യനെ ദ്രോഹിക്കുകയല്ല എന്നതാണ്. എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഊർജവും, തൻ്റെ ജീവിതത്തിനുള്ള എല്ലാ സമ്പാദ്യവും, തൻ്റെ കരുത്തും മനുഷ്യൻ്റെ നന്മയ്ക്ക് കാവൽ നിൽക്കാൻ വേണ്ടി സമർപ്പിക്കുമെന്നതാണ്. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന് ഞാൻ തയ്യാറാണ്, പക്ഷേ അങ്ങ് എന്നെ സ്വീകരിക്കുമോ?
ബുദ്ധൻ പറഞ്ഞു, എനിക്ക് സ്വീകരിക്കുന്നതിൽ മടിയില്ല. അപ്പം ബുദ്ധനെ തിരക്കി. ബുദ്ധൻ ഇങ്ങനെ തെരുവിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നു. അങ്കുലിമാല അവിടെ ഉണ്ടെന്നറിഞ്ഞ് സരിപുത്രനും ആനന്ദനും ഉപാലിയുമെല്ലാം അവിടെ എത്തി. അപ്പം അവിടെ എത്തി ബുദ്ധൻ്റെ ചുറ്റിലും അവർക്ക് നിൽക്കുമ്പം അവർക്ക് മനസ്സിലായി ഈ അങ്കുലിമാല ബുദ്ധൻ്റെ കാൽക്കൽ തൊട്ട് വണങ്ങുകയാണ്. അയാൾ ബുദ്ധൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പം അവരോട് ബുദ്ധൻ പറഞ്ഞു, ഇയാളെ ശിഷ്യനാക്കണം. അതിന് ഉപാലിയോട് പറഞ്ഞു, ഏതെങ്കിലും വീട്ടുകാരോട് പറഞ്ഞ് ഒരു ക്ഷൗരക്കത്തി മേടിച്ച് ഇയാളുടെ മുടി നീ കളയണം. ആനന്ദനോട് പറഞ്ഞു, ഒരു ഇണവസ്ത്രം നീ ഇയാൾക്ക് കൊടുക്കണം. അയാളുടെ കയ്യിൽ ഒരു ഭിക്ഷാപത്രം ഏൽപ്പിക്കണം. 14 ദിവസം നമുക്ക് അയാളെ ഉപസംബോധന നടത്തി ജേതവനത്തിൽ അയാൾ നമുക്ക് എന്താണ് ഭിക്ഷയെടുക്കേണ്ടത്, എന്താണ് ധർമ്മം, എന്താണ് സംഘം, എന്താണ് ബുദ്ധത്വം നേടാനുള്ള വഴി, ഇത് പഠിപ്പിക്കാം. അങ്ങനെ അയാൾ 14 ദിവസം പഠിച്ച് അതായി തീർന്ന് ബുദ്ധനോടൊപ്പം ഒരു ദിവസം ഭിക്ഷയെടുക്കാൻ ശ്രാവസ്തിയിലെ തെരുവിൽ വരുമ്പോൾ പസേനദി രാജാവും കുറച്ച് പട്ടാളക്കാരും അവിടെ എത്തുകയാണ്. അപ്പം ബുദ്ധൻ ചോദിച്ചു, എന്താണ് രാജൻ നിങ്ങൾ പട്ടാളക്കാരുമായി നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഒരു ഭയങ്കരൻ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ അങ്കുലിമാല എന്നാണ് പേര്. അയാളെ പേടിച്ച് ജനങ്ങളെല്ലാം വീട്ടിലിരിക്കുകയാണ്. അയാളെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ രാജാവായി നടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം ബുദ്ധൻ ചോദിച്ചു, അങ്ങനെ ഒരാൾ ആ രീതിയെല്ലാം വിട്ട് അയാൾ ഹിംസയുടെ എല്ലാ തുരുത്തുകളിൽ നിന്നും മാറി അഹിംസയുടെ വഴിയിലേക്ക് മനുഷ്യപ്പറ്റുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ അങ്ങക്ക് അയാളെ പിടിച്ചു കെട്ടി ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പസേനദി രാജാവ് പറഞ്ഞു, അങ്ങനെ അയാൾ തീരുമാനിച്ചാൽ ഞാൻ അയാൾക്ക് വസ്ത്രവും ഔഷധവും നൽകും. കാരണം അങ്ങനെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുന്ന മനുഷ്യർ പിന്നെ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത മനുഷ്യരായിരിക്കും. അത് ഈ രാജ്യത്തിന് തന്നെ ഒരു സമ്പത്തായിരിക്കും. പക്ഷേ അയാൾ അങ്ങനെ ആകുകയില്ല. അപ്പോൾ തലമുണ്ടനം ചെയ്ത് തലയിൽ ഒരു മുണ്ടിൻ്റെ പാതി വലിച്ചിട്ട് നിൽക്കുന്ന ഈ അങ്കുലിമാലയെ നോക്കി ബുദ്ധൻ പറഞ്ഞു, ഇയാളാണ് രാജൻ പറയുന്ന ആ അങ്കുലിമാല. ഇയാളിപ്പോൾ ഒരു ശിഷ്യനാണ്. മാത്രമല്ല അയാളുടെ പേര് അഹിംസകനെന്നാണ്. അയാളുടെ അച്ഛനും അമ്മയും അയാൾക്കിട്ട പേരും അതായിരുന്നെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഈ രാജാവ് അങ്കുലിമാലയോട് പറഞ്ഞു, നീ ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ കാവലാവാൻ ജനങ്ങളെ സേവിക്കുന്നവനാവട്ടെ. അപ്പം അങ്കുലിമാല പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ സേവിക്കുന്നവനാവും. അപ്പോൾ പറഞ്ഞു, നിനക്ക് ഔഷധം തരാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഔഷധം ആവശ്യമില്ല. എനിക്കെല്ലാം ആ ആശ്രമത്തിൽ നിന്ന് എനിക്ക് വേണ്ട തരത്തിൽ കിട്ടി. പിന്നെ അയാൾ പിറ്റന്ന് ഒറ്റയ്ക്ക് അയാൾ പോകുമ്പം അയാളെ പരിചയമുണ്ടായിരുന്ന കുറച്ച് നാട്ടുകാർ അയാളെ ക്രൂരമായി തല്ലി. പക്ഷേ അയാൾ ബുദ്ധശിഷ്യനും അഹിംസകനുമായതുകൊണ്ട് അയാൾ ആ തല്ലെല്ലാം കൊണ്ടു. ഇത് നാട്ടുകാരുടെ ഒരു സ്വഭാവമാണ്. തിരിച്ചടിക്കുകയല്ലെന്ന് തോന്നിയാൽ നമ്മളെല്ലാം ആ മുതുകത്ത് തീർക്കും. അത് നമ്മുടെ നാട്ടിൽ നടക്കി. തിരിച്ചടിക്കാത്ത പാവങ്ങളെല്ലാം അടിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. തിരിച്ചടിക്കും എന്ന് തോന്നിയാൽ ഓടി വീട്ടിൽ പറ്റുകയും. അപ്പം ഈ തിരിച്ച് അടിച്ചിരുന്ന കാലത്ത് അങ്കുലിമാലയെ ആരും തൊട്ടില്ല. അയാൾ തിരിച്ചടിക്കുകയെല്ലാം എന്ന് ഉറപ്പുള്ള കാലത്ത് അയാൾ അടിയെല്ലാം കൊണ്ടു. അപ്പം ബുദ്ധൻ അയാളെ ആശ്വസിച്ചപ്പോൾ അങ്കുലിമാല ബുദ്ധനോട് പറഞ്ഞു, ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് ജനം എന്നോട് ഈ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അത് ഞാൻ കൊള്ളാൻ യോഗ്യനാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ വന്നാലും ഹിംസ ചെയ്യുന്ന പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല. ഇങ്ങനെ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യരെ ബുദ്ധൻ ശരിയിലേക്ക് കൊണ്ടുവന്നു. ആ കാലത്തെ ചിന്താധാരയെ പണമുള്ളവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും, അത് അമ്പവാരിയുടെ പേരിലാണെങ്കിലും വേറൊരാളിൻ്റെ പേരിലാണെങ്കിലും, ആ സ്ത്രീകളെയെല്ലാം ബുദ്ധൻ ഒരർത്ഥത്തിൽ പാവനത്വത്തിൻ്റെ പതാക കയ്യിൽ കൊടുത്ത് അവരെ വിശുദ്ധരാക്കി. ബുദ്ധൻ ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ അനാഥരെ പോലെ കഴിഞ്ഞവരെ കൊണ്ടുവന്നു. അതിൻ്റെ ഒരാളുടെ പേരാണ് കുമാരനാശാൻ പറയുന്ന ചണ്ടാലഭിക്ഷിയിലെ മാതങ്കി. മാതങ്കി എന്ന് പറയുന്ന ഒരു ജാതി പേരാണ്. ആ കുട്ടിയുടെ പേര് പ്രകൃതി എന്നാണ്. ആ മാതംഗ സമുദായത്തിലുള്ള പ്രകൃതിയെ, ആ പ്രകൃതി ആനന്ദനെ സ്നേഹിച്ചു. വെള്ളം ചോദിച്ച് അങ്ങനെ വെള്ളം കിട്ടി സ്നേഹിച്ചതാണ്. അതിന് ബുദ്ധൻ ചെയ്തത്
ആ മാതങ്കിയെ കൂടി ഭിക്ഷുണിയാക്കി. എന്നിട്ട് ആ ഭിക്ഷുണിക്ക് സ്നേഹത്തിൻ്റെ അർത്ഥം ഒരു പെൺകുട്ടിക്ക് ഒരാണിനോടുള്ളതല്ല. അവരുടെ ജീവിതം ഒരു ഭിക്ഷുണിയായി ഈ സമൂഹത്തിന് സമർപ്പിക്കലാണ് എന്ന് അവർ സ്വയം തീരുമാനിക്കാൻ സാഹചര്യമുണ്ടാക്കി. അങ്ങനെ ആ കാലത്തെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് സമ്പത്തുള്ളവരുടെ കയ്യിലുള്ള അധികാരം അത് അധികാരമല്ല എന്നവരെ ബോധ്യപ്പെടുത്തി പാവങ്ങൾക്കുള്ള അന്തസ്സിൻ്റെ ഒരു അംശമേ അവർക്കുള്ളൂവെന്നവരെയും ബോധ്യപ്പെടുത്തി ബുദ്ധൻ സ്നേഹം കൊണ്ടൊരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ മഴവില്ലുണ്ടാക്കുകയും അതൊരു വലിയ മഴയായി പെയ്യുകയും ചെയ്തു. അങ്ങനെ ഭാരതത്തിൽ സത്യത്തിൽ ഒരു പൂവിടലാണ്, ഒരു വസന്തമാണ് ബുദ്ധനുണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ വസന്തം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് രോഗികളും പ്രായമായവരും സ്ത്രീകളും പിന്നെ പിന്നണിയിൽ നിന്ന് ജീവിച്ച ആ കാലത്തെ പിന്നോക്കക്കാരും ദളിതരും ഒക്കെയായ മനുഷ്യരുമായിരുന്നു. ആ വിപ്ലവത്തിൻ്റെ ഒരു അവസാനം എങ്ങനെ അത് തിരിച്ചടിയോടുകൂടി തിരിച്ചറിവില്ലാതെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക്, ഇന്ത്യയുടെ അകത്തേക്ക് ചെറുതായും പുറത്തേക്ക് വലുതായും സഞ്ചരിച്ചു എന്ന കാര്യം നാളെ പറയാം.